കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ CPM നേതാവ് PR അരവിന്ദാക്ഷന് ജാമ്യം. ബാങ്ക് മുൻ അക്കൗണ്ടന്റ് CK ജിൽസിനും ജാമ്യം അനുവദിച്ച ഹൈക്കോടതി. ജാമ്യം നിഷേധിക്കാൻ ഈ ഘട്ടത്തിൽ കാരണങ്ങളില്ലെന്നും കോടതി നിരീക്ഷിക്കുന്നു. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, എന്തെങ്കിലും ഉപാധികളോടെയാണോ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? കർശന ഉപാധികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ പ്രതികളായിട്ടുള്ള PR അരവിന്ദാക്ഷന്, അതോടൊപ്പം തന്നെ ബാങ്കിലെ മുൻ അക്കൗണ്ടന്റായിട്ടുള്ള CK ജിൽസിനും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജാമ്യം നിഷേധിക്കാൻ ഈ ഘട്ടത്തിൽ കാരണങ്ങളില്ല എന്നും പ്രതികൾക്കെതിരെ സമാനമായിട്ടുള്ള കേസുകൾ മുൻപ് ഇല്ല എന്നതും കൂടി പരിഗണിച്ചുകൊണ്ടാണ് സിംഗിൾ ബെഞ്ച് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് ഇരുവരും റിമാൻഡിൽ തുടരുകയായിരുന്നു. നേരത്തെ PMLA കോടതി ഇരുവരുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. തുടർന്നാണ് ഇരു പ്രതികളും ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി നൽകിയത്. ഈ ജാമ്യ ഹർജിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുറന്ന് എതിർക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ കള്ളപ്പണ ഇടപാടിൽ കൃത്യമായിട്ട് പങ്കുള്ള വ്യക്തിയാണ് CPM നേതാവായിട്ടുള്ള PR അരവിന്ദാക്ഷൻ. അതോടൊപ്പം തന്നെ CK ജിൽസിനും ഇതിൽ പങ്കാളിത്തമുണ്ട്. മുഖ്യപ്രതിയായിട്ടുള്ള സതീഷ് കുമാറിന്റെ ബിനാമിയായിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തി കൂടിയാണ് PR അരവിന്ദാക്ഷൻ എന്നും ഈ ജാമ്യം നിഷേധിക്കണം അല്ലെങ്കിൽ ജാമ്യം കൊടുക്കരുതെന്നുള്ള സത്യവാങ്മൂലത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നേരത്തെ PR അരവിന്ദാക്ഷന്റെ മകളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടിയിട്ട് 10 ദിവസത്തെ ഇടക്കാല ജാമ്യം ഹൈക്കോടതി അനുവദിച്ചിരുന്നതാണ്. എന്തായാലും ഒരു വർഷത്തോളമായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ തുടരവെയാണ് ഇരുവർക്കും ജാമ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിലവിൽ അനുവദിച്ചിരിക്കുന്നത്. ദേവിക. ശരി രേഷ്മ.